Welcome to BSc Physics Main Complementary Electronics. Semester 2 Complementary Electronics. And we are seeing the chapter optoelectronic device. And today we see photoconductive cell. Photoconductive cell optoelectronic device. Class number E15. Photoconductive cell. So what is a photoconductive cell? You understand. What is a photoconductive cell? The principle. Light striking the surface of a material can provide sufficient energy to cause electrons within the material to break away from their atoms. Thus, free electrons and holes, they are called charge carriers, free electrons and holes are created within the material, and consequently, the resistance is reduced. This is known as the photoconductive effect principle. അതായത് ഒരു മെറ്റീരിയലിൻ്റെ പുറത്ത്, ഒരു സെമി കണ്ടക്ടറിൻ്റെ പുറത്ത് ലൈറ്റ് സഫിഷ്യൻ്റ് എനർജിയുള്ള ലൈറ്റ് പതിക്കുകയാണെങ്കിൽ അവിടെ ഈ ആറ്റമിൽ നിന്ന് ഇലക്ട്രോൺ ബ്രേക്ക് അവേ ചെയ്യും. ആറ്റമിൽ നിന്ന് ഇലക്ട്രോൺ ബ്രേക്ക് അവേ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും ഉണ്ടാകും. ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാകും. ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും വിളിക്കുന്ന പേരാണ് ചാർജ് ക്യാരിയേഴ്സ്. ഈ ചാർജ് ക്യാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് വസ്തുവിൽ പതിച്ചാൽ ചാർജ് ക്യാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വസ്തുവിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ കണ്ടക്ടിവിറ്റി ലൈറ്റ് വീഴുമ്പോൾ വസ്തുക്കളുടെ കണ്ടക്ടിവിറ്റി കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ഇഫക്റ്റ്. ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ഇഫക്റ്റാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ദി സിമ്പിൾ സർക്യൂട്ട് ഫോർ ഫോട്ടോകണ്ടക്റ്റീവ് സെൽ ഈസ് ഷോൺ ദി ഫിഗർ ബിലോ. അപ്പോൾ ഈ കാണുന്നതാണ് ഫോട്ടോകണ്ടക്റ്റീവ് സെൽ. ഇപ്പം ഫോട്ടോകണ്ടക്റ്റീവ് സെല്ലിനെ 3 ലെയറായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. മുകളിൽ ഏറ്റവും നടുക്ക് കാണുന്നതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. മുകളിൽ ഒരു മെറ്റൽ ട്രാൻസ്പെറൻറ്റ് മെറ്റൽ ഫോയിലുണ്ട്. പിന്നെ അവിടെ ലൈറ്റ് ഇൻസിഡൻറ്റ്, താഴെ ഒരു മെറ്റൽ പ്ലേറ്റ്, ഒരു സപ്പോർട്ടിംഗ് പ്ലേറ്റ്, ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ്. അത് നമ്മുടെ ബാറ്ററിയിലേക്ക് പിടിപ്പിക്കണം. ഇപ്പോൾ ബാറ്ററി പിടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാകണമെന്നില്ല. ലൈറ്റ് വീഴുമ്പോൾ ആ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി മാറുകയും അങ്ങനെ കറണ്ട് ഉണ്ടാകുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഈ ലൈറ്റ് അളവിന് പ്രപ്പോർഷണലാണ് അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് സിമ്പിൾ. ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. റെസിസ്റ്റൻസ് നമ്മളൊരു വരച്ചൊരു എൻസർക്കിൾ ചെയ്യും, അതിലേക്ക് ലൈറ്റ് വീഴുന്നതായിട്ടാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. നമ്മൾ LED മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയോഡ് വരച്ചിട്ട് എൻസർക്കിൾ ചെയ്തിട്ട് ലൈറ്റ് പുറത്തേക്ക് കാണിക്കും, ആരോ പുറത്തേക്ക് കാണിക്കും. ഇവിടെ റെസിസ്റ്റൻസ് വരച്ചിട്ട് എൻസർക്കിൾ ചെയ്തിട്ട് ലൈറ്റ് ഇൻവേർഡ് കാണിക്കണം. ഇതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ സിമ്പിൾ. The symbol of photoconductive cell consists of a resistor encircled and upon which light is incident. The photoconductive cell construction and working is illustrated in the figure, and the graphic symbol is also shown. Light sensitive material is arranged in the form of a long strip zigzagged across a disc-shaped base. അപ്പോൾ ഒരു ലോങ് സ്ട്രിപ്പ് മോഡലാണ് സിക്സാഗ് മോഡൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഈ കണക്റ്റിംഗ് ടെർമിനൽസ് ആർ ഫിറ്റഡ് ടു ദി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സ്ട്രിപ്പ്. ദേ ആർ നോട്ട് അറ്റ് ദി എൻഡ്. അപ്പോൾ ഈ കണ്ടക്റ്റിംഗ് ടെർമിനലിൽ ആ സ്ട്രിപ്പിലാണ് പിടിപ്പിക്കുന്നത്, അല്ലാതെ സ്ട്രിപ്പിൻ്റെ എൻഡിലല്ല. Thus the light sensitive material is actually a short to wide strip between the two conductors. For added protection, a transparent plastic cover is included. പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ കൂടി വെക്കാറുണ്ട്. പിന്നെ ഇതിൽ എന്തെല്ലാം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്? Cadmium sulfide CDS and cadmium selenide CDSC are the two materials
normally used in photoconductive cell manufacture. Both respond rather slowly to changes in light intensity. For cadmium selenide, the response time is response time here represented as T response is around 10 millisecond, while for cadmium sulfide it may be as long as 100 nanosecond. Temperature sensitivity is important. Temperature sensitivity is important. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ മെറ്റീരിയൽ. അത് കാഡ്മിയം സൾഫൈഡ് കാഡ്മിയം സെല്ലിനോട് ആകാം. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ലൈറ്റ് പതിച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി മാറും. അതിൽ റെസ്പോൺസ് ടൈം ഉണ്ട്. ലൈറ്റ് വീണിട്ട് കണ്ടക്ടിവിറ്റി മാറാൻ ഉള്ള ടൈമിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അത് ഈ കാഡ്മിയം സെലിനൈഡിൽ കുറവാണ്, 10 മില്ലി സെക്കൻഡാണ്. മറ്റതിന് 100 മില്ലി സെക്കൻഡാണ്. നോട്ട് നാനോ സെക്കൻഡ്, ഇറ്റ് ഇസ് മില്ലി സെക്കൻഡ്. ഇപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ടത് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് മതിയാവും. അവർ ഇമ്പോർട്ടൻ്റ് എന്ന വാക്ക് ചേർത്താൽ മതി. ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത ഒരു ഗ്രാഫ് എന്താണ്, അതിന് പാരാമീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പറയാൻ പോകുന്നത്. ടിപ്പിക്കൽ ഇലുമിനേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ ഈസ് ഷോൺ ദി ഫിഗർ ബിലോ. ഇറ്റ് ഈസ് സീൻ ദാറ്റ് when the cell is not illuminated, the resistance can be greater than 100 k ohm. This is known as the dark resistance of the cell. When the cell is illuminated, the response the resistance might fall to a few hundred ohms. Not the scales on the illumination characteristics. They are logarithmic. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രാഫ് ഈ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ആ സെല്ലിന് ഒരു പ്രത്യേക റെസിസ്റ്റൻസ് കാണും. അതിന് ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയും. അത് 100 k ohm ആണ്. ഈ ഡാർക്ക് റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ ആ സെല്ല് തരുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡാർക്ക് കറണ്ട് എന്ന് വിളിക്കും. ലൈറ്റ് വീണാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുന്ന ഓം കണക്കിന് ഓം ഓർഡറിൽ വരും. അപ്പോൾ നമ്മൾ അതിൽ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ലോഗരിതമിക് സ്കെയിലാണ് എടുക്കുന്നത്. നോക്കിയേ, എക്സ് ആക്സിൽ നമ്മൾ എടുക്കുന്നത് ഇലൂമിനൻസാണ്. ലൈറ്റ് എത്രമാത്രം ഫാൾ ചെയ്യുന്നു. വൈ ആക്സിൽ നമ്മൾ ഒരു ലോഗരിതമിക് സ്കെയിലാണ്. ലോഗരിതമിക് സ്കെയിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻ, റെസിസ്റ്റൻസ് വേരിയേഷൻ നമ്മൾ ലോഗരിതമിക് സ്കെയിലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? ഇതൊരു ഫോട്ടോ ഇലക്ട്രിക് റിലേ ആണ് വരച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല് പ്രവർത്തിക്കുമ്പോൾ ഒരു റിലേ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ, ഒരു ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടെ മറ്റൊരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇവിടെ റിലേ കാണിച്ചിരിക്കുകയാണ്. അതിലേക്കൊരു ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ സോഴ്സ് ബാറ്ററി ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്താണത് എന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ്, ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് റിലേ അത് നമ്മളൊരു ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. ഈ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വിച്ച് ബീങ് ഓഫ് in morning and on in the during nights. അപ്പം അതായത് പകല് ഇത് ഓഫായിരിക്കണം, രാത്രി ഓണാകണം. രാത്രിയാണല്ലോ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യം. അക്കോർഡിംഗ് ടു ഡയഗ്രാം, when a photo conductive cell gets sufficient energy, gets sufficient sunlight, then its conductivity being high, increase വേണ്ട, being high during the period, and it works like a closed switch. ലൈറ്റ് വീഴുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. അന്നേരം അതൊരു
ക്ലോസ് സ്വിച്ചായിട്ട് മാറും, ക്ലോസ്ഡ് സ്വിച്ചായിട്ട് മാറും. ഫോർ ദിസ് റീസൺ റിലേ ഈസ് ബീങ് ചാർജ്ഡ് ആൻഡ് ഇറ്റ്സ് ഈസ് എൻ സി കോണ്ടാക്ട്. എൻ സി കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ normally closed contact. NC contact is being open, light will close. അതായത് ഈ ഫോട്ടോ കണക്റ്റീവ് സെല്ലിന് പുറത്ത് സൺലൈറ്റ് വീണാൽ അവിടെ അത് വർക്ക് ചെയ്യുമ്പോൾ ഈ റിലേ സമ്പ്രദായം അത് ഓഫാകും, സ്ട്രീറ്റ് ലൈറ്റ് ഓഫാകും. ഫോട്ടോ കണക്റ്റീവ് സെല്ലിൽ ലൈറ്റ് വീഴാത്തപ്പോൾ റിലേ ഓൺ ആകും, സ്ട്രീറ്റ് ലൈറ്റ് കത്തും. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഈ നൈറ്റ് പീരീഡ് വിൽ നോട്ട് ഗെറ്റ്, ഇവിടെ ഒരു ഗ്രാമറിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, വിൽ നോട്ട് ഗെറ്റ് എന്നാക്കണം. സഫിഷ്യൻറ്റ് സൺലൈറ്റ്, സോ കണ്ടക്ടിവിറ്റി വിൽ ബി ലെസ്, സോ കോണ്ടാക്ട് വിൽ ഓൾസോ ഓപ്പൺ, റിലേ ബീങ് ഡിസ്ചാർജ്ഡ് ആൻഡ് എൻ സി കോണ്ടാക്ട് ക്ലോസ്ഡ്, സോ ലൈറ്റ് ബീങ് ഓൺ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഫോട്ടോ കണക്റ്റീവ് സെല്ലിൻ്റെ അഡ്വാൻറ്റേജ്. ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി ഫോട്ടോ കണക്റ്റീവ് സെൽ ആർ ദി ഫോളോയിങ്. ദേ ഇൻക്ലൂഡ് നമ്പർ 1, ഇറ്റ് മെയിൻലി റിലൈസ് ഓൺ ലൈറ്റിനെ ആശ്രയിക്കും. സോ വൺസ് ദി ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്, ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ് ഓർ കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ ദി ഡാർക്ക്. ലൈറ്റ് വീണാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്പർ 2, ദീസ് ആർ വെരി ചീപ്പ് ആൻഡ് കം ഇൻ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്സ്. വളരെ വിലക്കുറവാണ്, പല ഷേപ്പിലും സൈസിലും നമുക്ക് ലഭ്യമാണ്. Then operation requires less power and voltage. കുറച്ച് പവർ മതി, കുറച്ച് വോൾട്ടേജ് മതി. We used to make simple സർക്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഈ ഡിസഡ്വാൻറ്റേജ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? നമ്പർ 1, compared to photo transistors or photo diodes, their responsiveness is poor. ഇത് ലൈറ്റിനെതിരെ പ്രതികരിക്കുക, ലൈറ്റ് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാകുക, അതിൻ്റെ ആ റെസ്പോൺസ് അല്പം പൂവറാണ്. Number 2, when cadmium sulfide is used to construct a photoresistor, it is dangerous to the atmosphere. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാഡ്മിയം സൾഫൈഡ് ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാക്കും. Number 3, once the applied voltage increases the maximum voltage, it will cause damage to photoconductor. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ മാക്സിമം വോൾട്ടേജ് അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. ഇറ്റ്സ് റെസ്പോൺസ് ടൈം ഈസ് വെരി സ്ലോ, സച്ച് ആസ് 10 സെക്കൻഡ് ടു ഓർ 100 മില്ലി സെക്കൻഡ്. റെസ്പോൺസ് ടൈം വളരെ കുറവാണ്, 10 സെക്കൻഡ് മുതൽ ഒരു 100 മില്ലി സെക്കൻഡ് വരെ ആ റെസ്പോൺസ് ടൈം. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചറിന് അനുസരിച്ച് ഇതിന് വേരിയേഷൻ ഉണ്ടാകും. ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻസ്. നമ്പർ 1, ഓട്ടോമാറ്റിക്കലി ടേൺ സ്ട്രീറ്റ് ലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓട്ടോമാറ്റിക്കലി ടേൺ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് അക്കോർഡിംഗ് ടു ഡേ ലൈറ്റ് ലെവൽ. നമ്പർ 2, ഇൻ പോയിന്റ് ഓഫ് സെയിൽ ആൻഡ് ഇൻവെൻറ്ററി ബാർകോഡ് റീഡിങ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ബാർകോഡ് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ബുക്കിൽ അല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ ബാർകോഡ് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. In security devices such as motion sensing cameras and lights, ഇപ്പോൾ ക്യാമറയിൽ AI ക്യാമറ പോലുള്ള ഡിവൈസിനകത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇൻ ദി അലാറം സിസ്റ്റത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഈ പ്രോബ്ലം ഒരു സിംഗിൾ പ്രോബ്ലമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഇതെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഈ BSc ക്ലാസ്സിൽ. A relay is to be controlled by a photoconductive cell having a dark resistance of 100 ohm. It has a 1 ohm resistance when illuminated with 400 lumen per meter square. The relay is to be
applied with 8 mA from a 24-volt battery when the cell is illuminated with 400 lumen per meter square. Lum is lumen. And it is required to be energized when the cell is dark. Calculate the required series resistance and the dark current. You read the question once again. ആ ക്വസ്റ്റൻ ഒന്നൊരു വായിക്കുക. ഇവിടെ പറയുന്നത് ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ വെച്ചുള്ള റിലേ ഉണ്ട്. അതിന് ഡാർക്ക് റെസിസ്റ്റൻസ് 100 k ohm ആണ്. അതിന് 1 k ohm റെസിസ്റ്റൻസ് വരും എപ്പോൾ ലൈറ്റ് 400 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ പതിച്ചാൽ. അപ്പോൾ ഇത് റിലേ യൂസ് ടു ബി അപ്ലൈഡ്. റിലേ കൊടുക്കേണ്ടത് ഒരു 8 mA 24-volt ബാറ്ററിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വീഴുന്നത് 400 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ സെല്ല് ഡാർക്ക് ആകുമ്പോൾ നമ്മൾ എനർജൈസ് ചെയ്യണം. കാൽക്കുലേറ്റ് ദി റിക്വയർഡ് സീരീസ് റെസിസ്റ്റൻസ്. എത്ര സീരീസ് റെസിസ്റ്റൻസ് വേണം, എന്താണ് അതിൻ്റെ ഡാർക്ക് റെസിസ്റ്റൻസ്. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ഇതാണ് റിലേയുടെ പടം. ആ ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ലുക്ക് അറ്റ് ദി ഫിഗർ ഓഫ് ദി റിലേ. ആ റിലേ കാണിച്ചിരിക്കുന്നു. അത് നമ്മൾ ആ താഴെ കാണുന്നതാണ്, റൈറ്റിൽ കാണുന്നതാണ് ഫോട്ടോ ഡയോഡ്. അതിൻ്റെ റെസിസ്റ്റൻസ് 1 k മുതൽ 100 k വരെ മാറാം. K മീൻസ് K ohm. 24-volt ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്. ആ സീരീസ് റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൊല്യൂഷൻ നോക്കുക. അപ്പോൾ കറണ്ട്, സർക്യൂട്ടിലെ കറണ്ട് കാണാനായിട്ടുള്ള ഫോർമുല ഓംസ് ലോ ആണ്. V/R. V 24-volt ആണ്. R എന്താണ്? സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ സെൽ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന സീരീസ് റെസിസ്റ്റൻസ് R ഉണ്ട്, പിന്നെ സെല്ലിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് സീരീസിലായതുകൊണ്ട് കൂട്ടി വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ കറണ്ട് തന്നിരിക്കുന്നത് 8 mA ആണ്. അത് വർക്ക് ചെയ്യുമ്പോൾ 8 × 10⁻³ mA ആംബിയർ ആക്കണം. 8 × 10⁻³ ഈസ് ഈക്വൽ ടു 24/R × 100,000. 1 k എന്ന് പറഞ്ഞാൽ 1000 ohm ആണ്. അതാണ് ആദ്യ കേസ്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 2000 ohm 2 k എന്ന് കിട്ടും. ഇത് നമുക്ക് ഡാർക്ക് കറണ്ട് കാണാം. ഡാർക്ക് കറണ്ട് കാണാനായിട്ടും സെയിം ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. I ഡാർക്കിൽ വേണേൽ എഴുതാം, അല്ലെങ്കിൽ I എന്ന് എഴുതാം. അത് പിന്നെ വോൾട്ട് ബൈ V/R തന്നെ. V/R ആണ്. ഇപ്പോൾ V/R R സീരീസ് റെസിസ്റ്റൻസ് 2 k. പിന്നെ ഡാർക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഡാർക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് 1 k ആണ്. പിന്നെ R സീരീസ് 2 k ആണ്. അപ്പോൾ 24/2 പ്ലസ് ആ ഡാർക്ക് റെസിസ്റ്റൻസ് 100 k കേട്ടോ. ഡാർക്ക് റെസിസ്റ്റൻസ് 100 k. 100 k ആണ്. സെൽ റെസിസ്റ്റൻസ് 1 k ആണ്. സീരീസ് റെസിസ്റ്റൻസ് 2 k ആണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് വീഴുമ്പോൾ സെൽ റെസിസ്റ്റൻസ് ആണ് 1 k. ലൈറ്റ് ഇല്ലാത്തപ്പോൾ 100 k. സീരീസ് റെസിസ്റ്റൻസ് 2 k. അപ്പോൾ ഡാർക്ക് കറണ്ട് കാണാൻ I = V/R 2 k + 100 k. അപ്പോൾ 24/102 k, അത് 0.24 mA എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതാണ്. കാൽക്കുലേറ്റ് ദി ഡിസ്ക്രൈബ് ദി പ്രിൻസിപ്പൽ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഫോട്ടോ മൾട്ടി-conductive cell. ഇത് നമ്പർ 2. Give the principle of photoconductive cell. Number 3, explain one application of photoconductive cell. Number 4, what is dark resistance? Number 5, list the advantages of and disadvantages of a photoconductive cell. Write a few applications of photoconductive cell. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഫോട്ടോകണ്ടക്റ്റീവ് സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോട്ടോകണ്ടക്റ്റീവ് സെൽ ഒരു essay ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഒരു 2-3 ആവർത്തി അതൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാകും. അത് കേൾക്കുക, എന്നിട്ട് ആ നോട്ട് കംപ്ലീറ്റ് എഴുതിയിട്ട് വായിച്ച് നോക്കുക. ഉത്തരം നന്നായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.